ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരിനെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അൽബേനിയയിൽ സാറാണ്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ച് ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ നൈറ്റ് വൈബ് കാണാനായിട്ട് നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് സാറാണ്ടയിൽ നൈറ്റിൽ ഔട്ടിങ്ങിനായിട്ട് പോവുകയാണ്. നമ്മൾ നിൽക്കുന്ന അക്കോമഡേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമയം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിവിടെ സറാണ്ടയിൽ എയർബിഎൻബി ത്രൂ ബുക്ക് ചെയ്ത അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലയുടെ പൊക്കത്തായിരുന്നു കേട്ടോ. ആ മലയുടെ പൊക്കത്ത് നിന്ന് നോക്കി കഴിയുമ്പോൾ ഉള്ള വ്യൂ ആണിത്. ആ ഫുള്ള് ബീച്ച്, സറാണ്ടയുടെ മെയിൻ ബീച്ചും അതിൻ്റെ തീരവും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു. അൽബേനിയ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഭാഗമാണ് അൽബേനിയൻ ആൽപ്സ്. അവിടെ മലകളും കുന്നുകളും ഒക്കെയാണ്. നമ്മൾ വന്നേക്കുന്ന അൽബേനിയൻ റിവേറിയ എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ പ്രധാനമായിട്ട് ബീച്ചുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആട്ടോ. ബോട്ടിങ്, അതുപോലെ തന്നെ സ്പീഡ് ബോട്ട്, പിന്നെ ബീച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫൺ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. ഇവിടുത്തെ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൈബായിട്ടുള്ള നൈറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 10 മണിക്ക് ശേഷമാണ് ബീച്ചിലേക്ക് ഇറങ്ങിയത്. ഈ ഒരു സമയത്തും വളരെ ആക്റ്റീവാണ് കേട്ടോ ബീച്ചൊക്കെ. ഒരുപാട് ആളുകൾ ബീച്ചിൻ്റെ സൈഡിലൂടെ നടക്കുന്നുണ്ട്. ഫുഡിനുള്ള സ്റ്റോളുകൾ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സൊവനീറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാനുള്ള സ്റ്റോളുകൾ, എല്ലാം പലതരത്തിലുള്ള കടകൾ നമ്മുടെ സൈഡിലുണ്ട്. എല്ലായിടത്തും തന്നെ മിക്ക സ്ഥലങ്ങളിൽ ക്യാഷ് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നത് കുറവാണ്. കാർഡ് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എക്സ്ട്രാ ബാങ്കിന് പേ ചെയ്യേണ്ടി വരും. ബാങ്ക് അവരെ ലൂട്ട് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവർ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടാണ് മിക്കയിടത്തും തന്നെ പ്രിഫർ ചെയ്യുന്നത്. എല്ലായിടത്തും നല്ല ബിസി ആയിട്ടുള്ളൊരു ടൈമാണ്. എല്ലാവരും വന്നിങ്ങനെ സാധനങ്ങളൊക്കെ നോക്കുന്നു, വാങ്ങിക്കാനുള്ളൊരു വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, നമ്മൾ പേശി നോക്കുന്നു, നമ്മുടെ ഒരു റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നില്ലെങ്കിൽ നമ്മൾ വിട്ടിട്ട് പോകുന്നു. അങ്ങനത്തെ ഒരു വൈബാണ് എല്ലായിടത്തും കാണുന്നത്. പിന്നെ നമ്മുടെ ഈ റോഡ് ബീച്ചിൻ്റെ സൈഡിലായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കയിടത്തും തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കൗണ്ടറുകൾ കാണുന്നുണ്ട്. അതൊക്കെ നാളത്തെ ബോട്ട് സർവീസ് അല്ലെങ്കിൽ ഇന്ന് നൈറ്റിലേക്കുള്ള ബോട്ട് സർവീസിന് വേണ്ടി നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ആൾക്കാരെ പിടിക്കുന്ന ഏജൻസ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ അവരൊക്കെ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മളെ വിളിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. മാക്സിമം അവരുടെ ബോട്ടിലേക്ക് കയറാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെയാണ്. നമ്മുടെ ഈ സൈഡിൽ കാണുന്ന വലിയ വലിയ ബോട്ടുകളൊക്കെ 1 ഡേ ഹോൾ ട്രിപ്പായിട്ടാണ് കേട്ടോ പോകുന്നത്. നൈറ്റ് ആണെങ്കിൽ 1 അവർ, ഡേ ആണെങ്കിൽ 1 ഡേ ഹോൾ ട്രിപ്പായിട്ടാണ് പോകുന്നത്. ബോട്ടിൻ്റെ ട്രിപ്പൊക്കെ കമ്പാരിറ്റീവ്ലി ചീപ്പാണ് കേട്ടോ. ഒരാൾക്ക് 20 യൂറോ എന്നാണ് പറയുന്നത്. അത് 20 പൗണ്ട്സിനേക്കാളും കുറവാണ്. നമ്മൾ വേറെ എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനേക്കാളും കൂടുതൽ റേറ്റ് ആവും. അതിൻ്റെ കൂട്ടത്തിൽ അവർ ഒരു ദിവസത്തെ ഫുഡും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് ആക്ച്വലി അതിനേക്കാളും കൂടുതൽ പൈസ ആകും. അതിനേക്കാളും കൂടുതലെന്നല്ല, എന്നാലും ഏകദേശം ഏറെക്കുറെ അതിനടുത്ത പൈസ ആകും. അപ്പോൾ ബോട്ടിൻ്റെ ട്രിപ്പും ഫുഡും കൂടെ ആകുമ്പോൾ നല്ലതാണ്. പക്ഷെ നമ്മൾ പോയത് സ്പീഡ് ബോട്ടിനായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ ബോട്ടിൽ കയറി ട്രിപ്പ് പോയിട്ടുണ്ട്. നൈറ്റ് ട്രിപ്പായിരുന്നു. ഡേ ട്രിപ്പാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത്. ഒരു ദിവസത്തെ ഫുൾ ഡേ ആയിട്ട് പല പല ബീച്ചുകളിലൊക്കെ കൊണ്ടുവന്ന് അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. 10 മണി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു 11:30-11:45 ആണ് കേട്ടോ നമ്മൾ തിരിച്ച് റൂമിലേക്ക് കയറി പോകുന്നത്. ആ സമയത്ത് ഇവിടെ ആളുകൾ നടക്കുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ ഷോപ്പുകൾ അടച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ആ ഒരു വൈബ് വിടാതെ കംപ്ലീറ്റ്ലി ഓണായിട്ട് തന്നെ ടൗൺ ഇരുന്നത് കേട്ടോ.